പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാമം ജപിക്കുന്ന വീട് എന്ന പരമ്പരയിൽ നിർണായകമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നന്ദയുടെയും ശരത്തിന്റെയും തർക്കമെല്ലാം കേട്ടതിനെ തുടർന്ന് അവർ തമ്മിൽ എത്രയും പെട്ടെന്ന് തന്നെ അടിച്ചു പിരിയും എന്ന് റീനയും സന്തോഷും വിചാരിക്കുന്നു. എന്നാൽ ഇതേ സമയം ശരത് നന്ദയെയും കൂട്ടിക്കൊണ്ട് ഉടൻ തന്നെ ജിതേഷിന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. അപ്രതീക്ഷിതമായ അവരുടെ വരവ് ജിതേഷിന്റെ അമ്മയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ജിതേഷിന്റെ അമ്മ എന്തുകൊണ്ടാണ് വന്നത് എന്ന് ചോദിക്കുന്നു. കല്യാണത്തിന്റെ അന്ന് ജിതേഷിന് നൽകേണ്ട പൈസ കൊടുക്കാൻ മറന്നുപോയി എന്നും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇവിടേക്ക് വന്നുവെന്നും വ്യക്തമാക്കുന്ന ശരത് ജിതേഷിന്റെ മുറിയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. ഇതേ തുടർന്ന് നന്ദ ജിതേഷിനെ കാണുന്നതിനായി ജിതേഷിന്റെ റൂമിലേക്ക് ചെല്ലുകയും ഇതേ തുടർന്ന് ജിതേഷ് വിചാരിച്ചതുപോലെ നടന്നുവെന്ന് ജിതേഷിനോട് പറയുകയും ചെയ്യുന്നു. ജിതേഷ് ശരത്തിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്റെ കുടുംബജീവിതം തകർക്കാൻ കാരണമായി എന്ന് പറയുകയും എന്തിനാണ് ഇത് തന്നോട് ചെയ്തത് എന്ന് നന്ദ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ജിതേഷ്, നീയും നിന്റെ വീട്ടുകാരും തന്നെ തല്ലിയെന്നും അതുകൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെയൊരു പ്രതികാരം ചെയ്യാൻ തീരുമാനം എടുത്തത് എന്നും വ്യക്തമാക്കുന്ന ജിതേഷ് എന്റെ ഈ അവസ്ഥ കണ്ട് താൻ സന്തോഷിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന ശരത് എവിടെയാണ് വീഡിയോ ക്ലിപ്പ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് പതറിപ്പോകുന്ന ജിതേഷ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. പക്ഷേ മറ്റു വഴികൾ ഒന്നുമില്ലാത്തതിനെ തുടർന്ന് ഒടുവിൽ വീഡിയോ ക്ലിപ്സ് ഒന്നും ഇല്ല എന്നുള്ള സത്യം തുറന്നു പറയുന്നു. ഇത് തുടർന്ന് ശരത്തും അതുപോലെ തന്നെ നന്ദയും ചേർന്ന് കുടുംബജീവിതം തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ജിതേഷിനെ കൈകാര്യം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ജിതേഷ് വീണ് കിടക്കുന്നത് കാണാനിടയാകുന്ന ജിതേഷിന്റെ അമ്മ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് തന്നെ അവർ തല്ലാനാണ് വന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ജിതേഷ് അവരുടെ ജീവിതം തകർക്കുന്നതിനായി താൻ ഒരു കാര്യം ചെയ്തുവെന്നും അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രതികാരമായിട്ടാണ് അവർ തന്നെ തല്ലിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം പുറത്തറിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നാണക്കേട് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യവും ജിതേഷ് പറഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ ജിതേഷിന്റെ അമ്മ ജിതേഷിന്റെ മുത്തശ്ശിയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം അവരെ ഞെട്ടിക്കുന്നു. എന്നാൽ ഇതേ സമയം ദീപകിന്റെ ചേച്ചിയെ ആരതിയെ ഫോൺ ചെയ്യുകയും തനിക്ക് നൽകേണ്ട സ്വർണത്തിന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് പറയുകയും മാത്രമല്ല താൻ ഗൾഫിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അവർ വീടുമാറി മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ആരതിക്കുള്ള പുതിയ തന്ത്രങ്ങൾ അവർ മെനയാൻ പോകുന്നത്. എന്നാൽ ഇതേ സമയം ഉണ്ണിരവി വർമ്മ രാധയുടെ ചതി മനസ്സിലാക്കുകയും നന്ദയുടെ ജീവിതം തകർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രാധ ശ്രമിക്കുന്നത് എന്ന് അറിയുകയും ചെയ്യുന്നു. ഇതേ സമയം നന്ദയും ശരത്തും അവരുടെ കുടുംബജീവിതം തുടങ്ങുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.